സ്വാഗതം ചെയ്തു. വിശ്വകർമ്മണേ ലോകസൃഷ്ടാവായ ഈശ്വരന്റെ പാദാരണങ്ങളിൽ നമസ്കരിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വളരെയേറെ ശ്രേഷ്ഠരായ ആചാര്യന്മാരും ഗുരുനാഥനുമാണ്. എല്ലാവരുടെയും പാദാരന്ധങ്ങളിൽ ഞാൻ സത്താന്തം നമസ്കരിക്കുന്നു. ഈ യോഗത്തിന്റെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വിവിധങ്ങളായ സമുദായ സംഘടനകൾ, അവർ നമ്മുടെ മുൻ തലമുറകൾ ഈ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ന് മുൻനിരയിൽ ഇരിക്കുന്നവരും നമുക്ക് ഗുരുവിന് തുല്യമാണ്. അവരും ഏതാനും വിഭാഗങ്ങളാണെങ്കിലും അവരും ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരാണ്. അവരെയും നമ്മൾ ഗുരുവായി സങ്കല്പിക്കണം. അവരെ എല്ലാം കൃപാടുകളിൽ നമസ്കരിച്ചുകൊണ്ട് എന്താണ് ആചാര്യ സംഘം, എന്തിനാണ് ഈ സംഗമ ലക്ഷ്യം? ഇങ്ങനെ ഒട്ടനവധി നിരവധി ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ വിഷയങ്ങൾ ഒത്തിരി വളരെയേറെ നേതാക്കന്മാരുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന നേതാക്കൾ 3 മണിക്കൂറും പറയാവുന്നതാണ്. അത് കാരണം നേതാക്കന്മാരെ ആരെയും എടുത്ത് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും എന്റെ അത് സ്വീകരിച്ച് ഞാൻ വിഷയം മാത്രം അവതരിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ എന്താണ് ആചാര്യ സംഗമം എന്ന് നമ്മുടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചോദ്യം ഉയർന്നുകൊണ്ടാണ് നമ്മൾ ഓരോന്നും അതിനെ എണ്ണി പറയേണ്ടിയിരിക്കുന്നത്. ആരാണ് ലോക സൃഷ്ടാവ്? ഇന്ന് നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള പലവിധമായ വിഷയങ്ങൾ, അതിന് പരിഹാരം എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായ സമുദായ സംഘടനകൾ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും എത്തിച്ചെല്ലാൻ പറ്റാത്തതിന്റെ ആ രഹസ്യമെന്താണ്? അത് നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഏതാണ്ട് 1.5 വർഷക്കാലം കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ ഒരു യാത്ര നടത്തുകയും ഇത് മറ്റാരും അറിയാതെ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഇവിടെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ KVSന്റെ മുൻ പ്രസിഡന്റായ KK ഹരിയെ ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനത്തെ ഈ ആത്മീയ ആചാര്യ സഭ എന്നൊരു പരിപാടി കോട്ടയത്ത് നടത്തുകയുണ്ടായ ഒരു മഹാ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇതിലെ നമുക്ക് മുമ്പേ സഞ്ചരിച്ച് അദ്ദേഹത്തെ വളരെയേറെ കാർഗവുമായി എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊള്ളും. കാരണം അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എന്താണ് ഈ ആത്മീയത എന്ന് നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ സമുദായ സംഘടനകളോട് നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാവരും ഒരിക്കലും ഈശ്വരമാണ്. അതിന് എങ്ങനെ എത്തിപ്പെടണം എന്ന ഒരു വ്യാകുലത നമ്മൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങള് നമ്മുടെ പീഠാധീശ്വരനായ സാമു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജനെ ഫേസ്ബുക്കിലൂടെ കാണാൻ സാധിച്ചു. അപ്പൊ എനിക്കുള്ള ഒരു സംശയമാണ്, ഇത് എങ്ങനെ നമുക്ക് എത്തപ്പെടാം? അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ അറിയില്ല. ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഫേസ്ബുക്ക് ഐഡിയ തപ്പിപ്പിടിച്ച് ഞാൻ അദ്ദേഹത്തോട് എന്നെ പരിചയപ്പെടുത്തി. അത് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടി, വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വിശ്വകർമ്മരുടെ ഉന്നമനത്തിന് വേണ്ടി ആരെ കണ്ടുപിടിക്കും എന്ന ഞാൻ അന്വേഷണത്തിലായിരുന്നു. വളരെ അസുലഭമായൊരു മുഹൂർത്തം എന്നോട് പറഞ്ഞു, സ്വാമി പറഞ്ഞു എനിക്കൊന്ന് കാണണം. അദ്ദേഹം പലവിധങ്ങളായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി, പലവിധമായ ആശയങ്ങൾ ഞങ്ങൾക്ക് നൽകി. അത് ഏതാണ്ട് 1 വർഷം മുമ്പാണ്.
പക്ഷെ ഞങ്ങൾ ഏറ്റുമാനൂരിൽ വെച്ച് ചെറിയൊരു 10-20 പേരടങ്ങുന്ന ഒരു 10-15 പേരടങ്ങുന്ന ഒരു സാഗര സംഘവും പേരിനെ ഞങ്ങൾ രൂപപ്പെടുത്തി. നടക്കില്ല. ഒരു തവണ വന്നു, രക്ഷപ്പെട്ടില്ല. അവിടെ പലരെ വിളിച്ചു നോക്കി. അന്നത്തെ ബുക്ക് പോലും ഇപ്പൊ കാണാനില്ല. അന്നത്തെ ബുക്ക് പോലും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ശ്രമം നടത്തി. വീട്ടിൽ സ്വാമിയെ വിളിച്ചു. സ്വാമി ഇങ്ങനെ ഒരു പറ്റി ഒരാളെ കൈ ബുക്കായി പോയി, ഒരു രക്ഷയില്ല. സ്വാമി പറഞ്ഞു, കേരളത്തിലെ മുഴുവൻ വിശ്വകർമ്മ ആചാര്യന്മാരെ ഞാൻ സംഘടിപ്പിച്ചതല്ല, ഇതിന് നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? ആ ഒറ്റ ചോദ്യത്തിലാണ് ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഏതാണ്ട് 2000-ഓളം വരുന്ന വിശ്വകർമ്മ ആചാര്യന്മാരുടെ നമ്പറുകൾ അദ്ദേഹം നൽകുകയും അതിനുവേണ്ടി കേരളത്തിലെമ്പാടും അംഗംഗ സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ സമുദായ സംഘടനയെ മുന്നിട്ട് നമ്മൾ പറയുന്നു. കാരണം ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ സാഗര സംഘ പ്രവർത്തകർക്ക് പോലും അറിയില്ല 2000 പേരടങ്ങുന്ന ആചാര്യന്മാർ നമ്മുടെ ലിസ്റ്റിലുണ്ടെന്ന്. അതുപോലെ എല്ലാ ജില്ലയിലും 5 പേരടങ്ങുന്ന ഒരു സമിതി ഉണ്ടെന്ന് പോലും എന്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയില്ല എന്നൊരു നഗ്നമായ സത്യം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. കാരണം നമ്മുടെ ശത്രു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് എന്ന് ഏതാനും മാസം 2 മാസങ്ങൾ കൊണ്ട് നമ്മൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, വിശ്വകർമ്മ ആചാര്യന്മാർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഭീമമായ സംഭവം ഉണ്ടാവും. സമുദായ സംഘടനയല്ല, അവർക്ക് അതിനോട് താല്പര്യമാണ്. പക്ഷെ ഇതിന് ഇടയിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. നമുക്ക് പലവിധങ്ങളായ മെസ്സേജുകൾ വരുന്നുണ്ട്, പലവിധമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. അവരൊന്നും നമ്മൾ പറയില്ല. നമ്മൾ ഈ 10-20 പേരടങ്ങുന്ന ഒരു സ്വാഗത സംഘമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതിന്റെ പൂർണ്ണ പിന്തുണ, ഇതിന്റെ പൂർണ്ണ അവകാശം പീഡാധീശനാണ്. എന്തുകൊണ്ട്? കാരണം ഇത് കേരള ചരിത്രത്തില് 4 മതങ്ങൾ ഉണ്ട് എന്നും പോർച്ചുഗലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈ കേരള ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഒരു സ്വാമിയെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വകർമ്മ സ്വാമിയാണ്. കേരള ചരിത്രത്തിൽ ഒരു സ്വാമിയും പറഞ്ഞിട്ടില്ല വിശ്വകർമ്മരുടെ സ്വാമിയാണ് ഞാൻ, വിശ്വകർമ്മകർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ സ്വാമിയാണ് സാധുകൃഷ്ണാനന്ദ സ്വാമി സരസ്വതി മഹാരാജ്. അതാണ് ഞങ്ങളുടെ കുറ്റം. നമുക്കൊരു കഴിവുമില്ല. ഇവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരെല്ലാം എന്നിലും ഒത്തിരിയോ ബഹുദൂരം മുന്നിലാണ്. യാതൊരു സംശയവും വരാം. എനിക്ക് ഹരിവാർഷബ്രഹ്മ വൈദിക വിദ്യാപീഠം പറഞ്ഞതെന്ന ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സ്നേഹവും ആ കുഞ്ഞു മന്ത്രങ്ങൾ മാത്രമാണെങ്കിലും ഈ നമ്മുടെ പരമ്പര ഋഷീശന്മാർ പരമ്പരയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ, അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്താണ് ധർമ്മം, എന്താണ് സംസ്കാരം,